കൂട്ടുകാരെ നമ്മളെ പെരേന്ന് വേസ്റ്റ് കൊണ്ടാണ് ഹരിതകർമ്മസേനക്കാരെ കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ഒന്ന് നോക്കി നമ്മൾ കൊടുക്കണ വേസ്റ്റാണല്ലോ ഓല തരംതിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇറച്ചി വാങ്ങിയിട്ടായാലും മീൻ വാങ്ങിയിട്ടായാലും എന്തെന്നായാലും പമ്പേഴ്സ് അടക്കം ചിലപ്പോൾ കഴുകാതൊക്കെ നമ്മൾ വേസ്റ്റിലിടും. അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെയാണ് ഇപ്പോൾ ഓല തരംതിരിക്കുന്നത്. പ്ലാസ്റ്റിക് കവർ വേറെ, മിഠായി കവർ വേറെ, പിന്നെ HM കവർ എന്നൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കവറുകൾ വേറെ. എല്ലാ കവറും തരം തിരിച്ചിട്ടാണ് അവർ എന്താക്കുന്നത്, പാക്കാക്കല്ല ഈ മെഷീനിലേക്ക് ഇടും. ഇവിടെ ഈ മെഷീൻ കണ്ടില്ലേ, ഈ മെഷീനിലേക്ക് ഇട്ടിട്ട് അതൊക്കെ കൂടെ പ്രസ്സാക്കും. സംഭവം ഇത് എന്താ പറയുക, റീസൈക്ലിങ്ങിലൊക്കെ പോണതാണ്. എന്നിരുന്നാൽ പോലും നമ്മളെ വേസ്റ്റാണ് പോലെ ഈ കൈകാര്യം ചെയ്യണത്. അത് നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പം നമ്മൾ വേസ്റ്റ് കൊടുക്കുമ്പം ഒന്ന് മാക്സിമം വൃത്തിയാക്കിയിട്ട് കൊടുക്കാൻ നോക്കുക. ഒന്നുമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 10 ദിവസം തന്നെ ഒരു കവർ, മീൻ വാങ്ങിയ കവർ നമ്മളൊന്ന് ഒരു ബാഗിലിട്ട് വെച്ചാൽ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് നിങ്ങളൊന്നൊന്ന് ചിന്തിച്ച് നോക്കി. ആ വേസ്റ്റും കൂട്ടത്തിലാണല്ലോ ഓല ഇരുന്ന് പണിയെടുക്കണത്. അത് ഞമ്മക്കും വേണ്ടിയിട്ട്, നാളത്തെ ഒരു തലമുറക്കും വേണ്ടിയിട്ടാണല്ലോ ഓലി കിടന്ന് കഷ്ടപ്പെടുന്നത്. ഓർക്ക് പൈസ കിട്ടുന്നുണ്ട് ഒക്കെ, ഇതാ ശരിയാണ്. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള ജോലി എത്ര ആൾക്കാർ പോയി എടുക്കാൻ തയ്യാറാകും? ഇപ്പം നമ്മൾ എല്ലാവരും ഈ ജോലി എടുക്കാൻ തയ്യാറായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ വേസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ മാക്സിമം അത് നേരത്തെ പറഞ്ഞ പോലെ വൃത്തിയായിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക. അപ്പം എല്ലാ ഹരിത സേനാംഗങ്ങൾക്കും ഒരു ബിഗ് സല്യൂട്ട്.